എടാ നീ എണീറ്റോ? എണീച്ചു. അത് നീ പേടിക്കണ്ട. നമുക്ക് ഹാർട്ട് സർജറി എത്രയും പെട്ടെന്ന് നമുക്ക് നടത്താം. അതിനുള്ള വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാ നടത്താ? അടുത്ത മാസം എന്തെങ്കിലും നമുക്ക് നടത്താം. എടാ ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാം. എടാ ഞാൻ ഒന്ന് കളവാരെ പൊട്ടി മിക്സി ഉണ്ടാക്കിട്ട് തരാം. നിനക്ക് ഒരു കൂട്ടിന് വേണ്ടി ഞാൻ മാത്തൂട്ടനെ വിടാം. മാത്തൂട്ടൊന്ന് വന്നേ. ഒന്ന് ഞാൻ അനിയനെ കൂട്ടിച്ചേപ്പോ. ഞാൻ അനിയനോട് കള്ളം പറഞ്ഞില്ലേ, എനിക്ക് വിഷമാണ്. അവനറിയോ ഞാൻ തെണ്ടാൻ പോവല്ലേ. ചേട്ടാ 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 എനിക്കെന്ത് സഹായം തരണം. എന്റെ അനിയന് ഹാർട്ട് സർജറി ചെയ്യണം അടുത്ത മാസം. എനിക്ക് എന്തെങ്കിലും സഹായം തരും. എന്റെ വീട്ടിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ. എനിക്ക് 10 രൂപ അല്ലെങ്കിൽ 5 രൂപയിലും മതി ചേട്ടാ. ആരുമില്ല. ശരി ചേട്ടാ. എന്ത്? എത്ര രൂപയാ? 30. രണ്ടെണ്ണം. ഞാൻ പൈസ എത്തും തരാം. എടാ എന്തോരം നേരെ നീ പോയിട്ട്? എടാ പാർട്ടി പകുതിയായിണ്ടോ? പെട്ടെന്ന് വന്നേ. ആ വാ. ചേട്ടാ പോലെ ഒറ്റ മിനിറ്റ്. ചേട്ടാ എന്റെ അനിയൻ ഹാർട്ട് പേഷ്യന്റാ. അത് എന്തെങ്കിലും കൊണ്ട് എന്നെ സഹായിക്കും. അല്ല ഞങ്ങളിപ്പോ ഒരു സ്ഥലം വരെ പോകാനിരിക്കുവായിരുന്നു. അല്ലെങ്കിൽ തന്നെ വൈകി. ഇവൻ 1 മണിക്കൂർ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി എടുത്ത് സമയം മൊത്തം കളഞ്ഞു. അല്ലെങ്കിൽ തന്നെ വൈകി വെക്കാം. അല്ല ഇപ്പൊ നിങ്ങള് റിയലാണ് ഫേക്കാറോന്ന് അറിയാണ്ട് ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണേ? ഞങ്ങളുടെ ഡാഡ് കുറച്ച് റിച്ച് ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇതേപോലെ ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. ഇതിലിപ്പോ ഉടായ്പേതും നല്ലതേതും ഞങ്ങളെങ്ങനെ അറിയണേ? ഇപ്പൊ ചേട്ടൻ പോ, ഞങ്ങൾക്ക് ഒരു തിരക്കുണ്ട്. അപ്പൊ ഞങ്ങള് പോവാ. ശരി തിരക്കുണ്ട്. ഡാഡിനെ വിളിച്ചൊന്ന് ചോദിക്കാൻ എന്തെങ്കിലും സഹായം മതി. ചോദിച്ചു. ഹലോ ഡാഡ്, നമ്മുടെ വീട്ടിലൊരു ബെഗർ വന്നിട്ടുണ്ട്. എന്താ ചെയ്യാ? ഷെൽഫിലുള്ള പൈസ എടുത്തു കൊടുക്കണോ? ഓക്കെ ശരി, ആ പൈസ എടുത്തു കൊടുക്കാം. ഡാഡ് എന്താ പറഞ്ഞു? ഡാഡി നമ്മുടെ ഡാഡ് എല്ലാവരും സഹായിക്കുന്നുണ്ട് തന്നെ. ആ ഷെൽഫിലുള്ള പൈസ മൊത്തം എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ മതി. ഞങ്ങൾക്ക് സ്ഥലം വരെ പോകണം. നീ വന്നേ. ഡാഡി എവിടെ പൈസ പറഞ്ഞു? 500 രൂപ. അമ്മാരുടെ ആ പിള്ളേരിന്ന് കാശ് കിട്ടിയാൽ മതി. അവിടെ ഡാഡി വിളിച്ചപ്പോ അങ്ങനെയല്ലേ കേട്ടെ. റിച്ചാന്ന് തോന്നുന്നു. ചേട്ടാ ചേട്ടൻ്റെ പൈസ. എന്നാട്ടാ ഞങ്ങൾ പോവാം. പോകണ്ടേ? വളരെ ഉപകാരം. ചേട്ടൻ്റെ പോക്ക് രാവിലെ പോയത് കണ്ടിട്ട് സഹിക്കില്ല. ചേട്ടൻ്റെ കാര്യം ഞങ്ങൾ ഡാഡിൻ്റെ അടുത്ത് പറഞ്ഞാണ്ടായി. അപ്പോൾ ഡാഡ് പറഞ്ഞ മറ്റേ ഞങ്ങളുടെ സ്ഥലത്ത് കുറച്ച് പണിയുണ്ട്, അത് ചേട്ടന് ചെയ്യാൻ പറ്റുമോ? എന്ത് ജോലി ഞാൻ ആ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ഞങ്ങൾ 1000 രൂപ വെച്ച് തരാം. മതി മോനെ, ഒത്തിരി നന്ദിയുണ്ട് മോനെ. അപ്പൊ ചേട്ടൻ രാവിലെ അപ്പൊ ചേട്ടൻ രാവിലെ ഒരു 10 മണിയാകുമ്പോ വിളിക്കുവാ. ഓക്കെ മോനെ. ശരി.
ചേട്ടാ ഇവിടെ ഇല്ലേ ചേട്ടാ? ചേട്ടനോ? എന്തേ നമുക്ക് പോവാം. ചേട്ടൻ എന്ത് ഇന്നലെ കുളിച്ചില്ല? ഇത് ഇന്നലെ ഇട്ട ഷർട്ട് തന്നെയാന്ന് തോന്നുന്നത്. എനിക്ക് വേറെ ഡ്രസ് ഇല്ലാത്തോണ്ടാ. കുഴപ്പമൊന്നുമില്ല. നമ്മളെ തോട്ടുവേലത്തെ സ്ഥലത്താ പണി. അതെവിടെയാന്ന് നമുക്ക് ക്ലിയർ. നമ്മള് ഇവിടുന്ന് നേരെ പോവാ. നേരെ പോയിട്ട് അവസാനത്തെ കാണുന്ന സ്ഥലം. അതേ വന്നൂല പുള്ളി. ആ ഇത് സാധനം ചേട്ടനോട് ചേട്ടാ ഏനാ കൊട്ടയും തൂമ്പി. അവിടെ വെച്ചേക്ക്. അപ്പൊ ശരിയായിട്ട് ഞങ്ങള് പോവാ. അപ്പൊ ഞങ്ങളിനി വൈകുന്നേരം ആകുമ്പോ വരാം. എന്നെ പണി മനസ്സിലായില്ലേ? ഈ മണ്ണൊക്കെ കോരി കൊണ്ടുവന്ന് ആ ഇവിടെയൊക്കെ ഇടാം. നിരത്തി സെറ്റ് ആക്കാം. ഓക്കെ ശരിയാണ്. ഞങ്ങൾ വൈകുന്നേരം വരാം. പൊടിയാ ചേട്ടാ പണിയൊക്കെ കഴിഞ്ഞോ? കൊടുത്ത് 1000 രൂപ. ഓക്കെ പറഞ്ഞ പൈസ ഉണ്ട്. ഓക്കെ സന്തോഷല്ലേ? നാളെ ചേട്ടൻ പോരെ രാവിലെ തന്നെ. ഇനി എല്ലാ ദിവസം തന്നെ പോകണ്ടേ? ഓക്കെ അല്ലെങ്കിൽ ചൂടാ. ഇതെല്ലാം ഒരു കോടിയല്ലേ? എവിടെയെങ്കിലും അടിച്ചാ തരും. എനിക്ക് അടിക്കൂ ചേട്ടാ. ഉള്ളി പിന്നെ എത്ര ചേട്ടാ? 50 രൂപയുള്ളൂ. ഓക്കെ ഏട്ടാ, താങ്ക് യു. ആ ലോട്ടറി വിൽക്കണ ചെക്കൻ കണ്ടിട്ട് എന്നെ അനിയനെ ഓർമ്മ വന്നു. അതുകൊണ്ട് ഞാൻ ലോട്ടറി എടുത്തത്. ഇന്നലെ ലോട്ടറി എടുത്തായിരുന്നു ചേട്ടൻ. അതിൻ്റെ റിസൾട്ട് നോക്കണമല്ലോ. എങ്ങനെ നോക്കും? പുറത്താരെങ്കിലും ഇരിക്കണ്ടോ നോക്കാം. ആ അതെ, അവിടെ 2 ചേട്ടന്മാരിരിക്കണ്ടല്ലോ. അപ്പൊ അവരുടെ അടുത്ത് നോക്കാൻ പറയാം. ചത്തൂലോ, എനിക്ക് ഗെയിമിന്റെ വിചാരം മാത്രമേ ഉള്ളൂ. ചേട്ടാ ഈ ലോട്ടറിയുടെ റിസൾട്ട് നോക്കോ? ഇത് അടിച്ചിട്ടില്ലല്ലോ ഏട്ടാ. അടിച്ചാലാ എടാ, ഈ ലോട്ടറി ഞാൻ എടുക്കാണ്ട്. എൻ്റെ അനിയന് കളിക്കാൻ ഇഷ്ടാ ലോട്ടറി. എടുക്കണ്ട. ഈ ലോട്ടറി ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. അടിച്ച ലോട്ടറി നമുക്ക് എടുത്താലോ നോക്കിയാലോ? എടാ, അവന്റെ ചേട്ടൻ ഈ വീട്ടുകളിലൊക്കെ തെണ്ടി കിടക്കുന്നതാ. പൈസക്ക് വേണ്ടി അവന്റെ അനിയന് ഹേർട്ട് ഓപ്പറേഷന് വേണ്ടി. വേണ്ട, ആരും അറിയില്ല. വേണ്ട നമുക്ക്. എടാ, നിനക്ക് വേണമെങ്കിൽ ഞാൻ എടുക്കാണ്ട്. എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അന്ന് നീ എന്തെങ്കിലും കാട്ട്. ഓ, ലോട്ടറി അടിച്ചല്ലോ 1 കോടി. ഇനി പൊളിക്കാം. ആ പാപ്പിന് ഏത് നേരത്തേക്കോ അവനെ ആ ലോട്ടറി കൊടുക്കാൻ അവന്റെ ഒരു അവസ്ഥ. ആ ഹലോ, എവിടെയാ? ആ ഞാൻ പോരാം. ഹലോ, ആരാ?
എൻ്റെ ലോട്ടറിക്ക് ഫസ്റ്റ് പ്രൈസോ? ആ നമ്പർ ഒന്ന് പറയോ? ആ അത് മറ്റേ കാല് വയ്യാത്ത ചേട്ടൻ്റെ വീട്ടിലെത്തിയാലോ? ആ ഞാൻ പറഞ്ഞേക്കാം. ശരി. ആ ലോട്ടറിക്ക് ഫസ്റ്റ് അടിച്ചാ? ആ റിയാൻ ചേട്ടൻ എന്നെ പറ്റിച്ചു. ചേട്ടാ ആ ലോട്ടറി തരാം, ഞാൻ കൊണ്ടുപോയി അവിടെ പോയി മാറ്റിയിട്ട് വരാം. അയ്യോ, ആ ലോട്ടറി എൻ്റെ ഇല്ല. ആ റിയാൻ ചേട്ടന്റെ അനിയന് കളിക്കാൻ കൊടുത്തു. നീ ഇത് പണിയാട്ടി, അത് അടിച്ച ലോട്ടറി അല്ലേ? വാ നമുക്ക് അവിടെ പോയി മാറ്റിയിട്ട് വരാം. ജോസഫ് വന്നേ നീ നിനക്ക് തന്ന ലോട്ടറി എന്തേ? റിയാൻ ചേട്ടന്റെ അനിയന് കൊടുത്തു. ഇപ്പൊ ഈ കാണുന്നത് എന്തുട്ടാ ലോട്ടറി? ഇത് നമ്മുടെ ലോട്ടറി തന്നെയല്ലേ? ലോട്ടറിക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചേ. ജോസഫേ നീ കാര്യമായിട്ടാണോ പറയണേ? നമുക്ക് ലോട്ടറി അടിച്ചതാ. നമുക്ക് ഈ കാശ് മതി നമ്മുടെ കഷ്ടപ്പാടുകൾ മാറാൻ. ചേട്ടന്റെ കമ്മീഷൻ കാര്യം മറക്കല്ലാട്ടോ. ഇല്ല മോനെ, അത് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ താങ്ക് യുടാ. ചേട്ടാ ഇന്ന് വരെ പരിപാടി ഉണ്ടോ? ചേട്ടാ ഇന്ന് വരെ പരിപാടി ഉണ്ടോ? ആ ഇന്ന് പണ്ട് നമ്മളെ ഒരു ടീം നമ്മളെ സഹായിച്ചിട്ടുണ്ട്, അവരെ കാണാൻ പോണം. Alexa, turn off the light. ചേട്ടാ പാട്ട് ഓഫ് ചെയ്യില്ല. അതിനല്ലേ നമ്മുടെ അലക്സയുള്ളൂ, നീ പേടിക്കണ്ട. അലക്സ ടേൺ ഓഫ് ദി മ്യൂസിക്. നമ്മള് പൊളി. ഇതൊക്കെ എവിടെയാണോ ചേട്ടാ? നിങ്ങടാ ചേട്ടാ, ഇവിടുത്തെ ആൾക്കാരൊക്കെ എവിടെയാന്ന് അറിയാം? ഇവരുടെ വീട് സ്ഥലമൊക്കെ ബാങ്കുകാർ ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. ഇപ്പൊ എന്താ കാരണം? കാരണം ഇവിടുത്തെ രണ്ട് മക്കളാ, അപ്പൊ അവര് ഈ സ്ഥലമൊക്കെ ദൂരത്തടിച്ച് കളഞ്ഞു. അയ്യോ, ഇപ്പൊ അവരെവിടെ കാണും? ഒരു കാണണമെങ്കിൽ പാങ്ങോല് പടത്ത് പോയാൽ അപ്പൊ അവിടെ കാണാൻ പറ്റും. ഓക്കെ പണിയുണ്ട്. ഓക്കെ. അവരെവിടെയായിരിക്കോ? ഒന്ന് വേഗം ചെയ്യട്ടാ. ചെയ്തോണ്ടിരിക്കാതെ കഴിഞ്ഞില്ലേ പണിയൊക്കെ? അപ്പൊ അവിടത്തെ പണിയൊക്കെ ആരോ ചെയ്യണേ? ആ അതിപ്പോ ചെയ്യാം. ആ മോൻ നിക്കണു. മോനെ, അയ്യോ മോനെ എന്തിട്ട് കാണിക്കണേ? ആ തൂമ്പിട്ട് തന്നേ. ചേട്ടന് ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടില്ല. മോന്റെ വീട്ടില് ഒരു ദിവസം മോനും മോന്റെ ചേട്ടനും കൂടി പുറത്തിരുന്നപ്പോ ഞാൻ ഇങ്ങനെ ഞൊണ്ടി വന്ന് കാശ് ചോദിച്ചത് ഓർമ്മയില്ലേ? ആ എന്നിട്ട് ചേട്ടനെ ഞങ്ങൾ ഇവിടെ പണിയിപ്പിച്ചു. ആ അതന്നെ. ആ ഞങ്ങളില്ലേട്ടാ, ഞാൻ എൻ്റെ അപ്പൻ്റെ സ്ഥലം ഞാനും എൻ്റെ ചേട്ടനും എല്ലാ സമ്പാദ്യം ദൂരത്തടിച്ച് കളഞ്ഞു. അപ്പൊ ഞങ്ങൾ ഈ സ്ഥലത്ത് തന്നെ തൊഴിലാളികളാ. എന്നിട്ട് എന്റെ ചേട്ടൻ എന്തേ? എൻ്റെ ചേട്ടൻ അവിടെ പണിയുണ്ട്. ആ കണ്ടു. എന്നാ ബാ നമുക്ക് എന്റെ വീട്ടിൽ പോവാം. വേണ്ട ഞാനും എൻ്റെ ചേട്ടനും ഒരു വാടക വീട്, ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തേക്കാം. അവിടെ ഞങ്ങൾ താമസിക്കണം. എടാ മോനെ, ഇപ്പൊ ഞാൻ ഇവിടെ വന്നതിന്റെ കാര്യം തന്നെ, നീ അന്ന് എനിക്ക് ഒരു പണി തന്നില്ല ഇവിടെ തന്നെ. എന്നിട്ട് എനിക്ക് ഞാൻ പോണ വഴിക്ക് ഒരു ചേട്ടൻ ലോട്ടറി കട നിർത്താണ്ടായി. അവിടുന്ന് എൻ്റെ അനിയനെ പോലെ ഒരു മുഖം ഉള്ള ഒരു ചെറുക്കനെ കണ്ടു. അതിൽ നിന്ന് മേടിച്ചു. പിറ്റേ ദിവസം ലോട്ടറി അടിച്ചു. ഞാൻ പോലും ചിന്തിച്ചില്ല. അത് വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്നത്. അപ്പൊ ഞാൻ നിന്നെ ഒന്ന് കാണാലോ എന്ന് വെച്ചിട്ടാണ് വന്നത്. എനിക്ക് നിന്നെ എന്തെങ്കിലും ഒരു സഹായം തരണമെന്നുണ്ട്. വേണ്ട ചേട്ടാ, ഞാൻ ചേട്ടന് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ ഞാൻ ഇപ്പം അനുഭവിക്കണേ.
ചേട്ടന് എനിക്ക് ഇനി ഒന്നും ചെയ്യണ്ട. ഞാൻ ഇതൊക്കെ അനുഭവിക്കണം. ഇതൊക്കെ വിധിയാണ്. ചേട്ടൻ പൊക്കോ. അങ്ങനെ പറയില്ല മോനെ, അങ്ങനെ പറയല്ലേ. ഇത് ഞാൻ തന്നെ അനുഭവിക്കണം, വേറെ ആരും ഇത് അനുഭവിക്കില്ല. എടാ, നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നിനക്ക് എന്താണ് മനസ്സിലായത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ല? ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ഈ കൊച്ചു ജീവിതം ഭയങ്കര കഷ്ടപ്പെട്ട വഴിയിലൂടെയാണ് ഞാൻ വന്നത്. നിൻ്റെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി കുറേ വീട് ഞാൻ പിച്ച് തെണ്ടിയിട്ടുമുണ്ട്. അവരിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വീടാണ് ഭയങ്കര എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചൊരു വീട്. 1 രൂപയാണ് അവരെനിക്ക് തന്നത്. 1 രൂപ അവരെനിക്ക് ജോലി തന്നു. ആ ജോലി ആകട്ടെ ഭയങ്കര കഷ്ടപ്പെട്ട പണി. മണ്ണ് ചുമന്ന് അവിടെ കൊണ്ടിടും. എന്നിട്ട് ആ ജോലി കഴിഞ്ഞ് വൈകുന്നേരം അവരെനിക്ക് കാശ് തന്നു. ആ കാശ് വെച്ച് ഞാൻ ഈ വഴിയിൽ കണ്ട ഒരു ലോട്ടറിക്കാരനെ കണ്ടു. ആ ലോട്ടറിക്കാരൻ്റെ നിന്ന് ടിക്കറ്റ് എടുത്തു. എന്തോ ഭാഗ്യം ആ ലോട്ടറി ചടിച്ചു. ആ ലോട്ടറിക്കാരനെ കാണാനാണെങ്കിൽ നിന്നെ പോലെ, അതുകൊണ്ട് എടുക്കാനും ഇരിക്കാനും പറ്റണില്ല. എൻ്റെ ലോട്ടറി എടുത്ത് ഇങ്ങോട്ട് നിനക്ക് തന്നു. കണ്ട, ഇതാണ് മേളിലിരിക്കണ എല്ലാം കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ കഥ. ബെഗർ ടു ബിഗർ.